എന്തിനാ അമ്മേ ടി വിക്കാരെ മാത്രം കുറ്റം പറയുന്നേ? മൊബൈൽ ഫോൺ നമുക്ക് ഓണാക്കാൻ പറ്റുമോ? അതിന് ഇതിന്റെ അപ്പുറമല്ലേ? അത് പിന്നെ ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഇവര് പറയും. ആ ഇപ്പൊ സ്വന്തമായിട്ട് ചാനൽ ഇല്ലാത്തതേ ചെമ്പകശ്ശേരിക്കാർക്ക് മാത്രം. നമുക്ക് ഒരെണ്ണം തുടങ്ങിക്കളയാം, ചെമ്പകശ്ശേരി വ്ലോഗ്സ്. അതെന്തുവാ? എന്റെ മുത്തശ്ശി, ഈ വഴിയിലൊക്കെ ഉള്ള ഉണക്ക ചായക്കടയിൽ കയറി ഒന്നിന് കൊള്ളാത്ത കുറെ തിമ്മന്മാര് ഹായ് ഗായ്സ്, ഇവിടെ വടയുണ്ട് പഴംപൊരി ഉണ്ട് എന്നൊക്കെ പറയില്ലേ? അങ്ങനെ നമ്മുടെ വിശേഷങ്ങളൊക്കെ എടുത്തിട്ട് ഓസിന് കാശുണ്ടാക്കി പറ്റിക്കുന്നൊരു പരിപാടി. തല പോയാലും ഇത്തരം വൃത്തികേടുകൾക്കൊന്നും ഞാൻ കൂട്ടു നിൽക്കത്തില്ല. അമ്മ കൂട്ടു നിന്നില്ലെങ്കിൽ നാളെ അമ്മയെ കാലം പുരാവസ്തുക്കളുടെ ചവിട്ടുകുട്ടയിൽ വലിച്ചെറിയും. എന്തു കുന്തം വേണേലും ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് ഞാനാവാനേ പറ്റൂ. എന്നാലും അജ്ഞാത ശവം ആരുടെ ആയിരിക്കും? SP ഉമാദത്തൻ സാറിന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. SP ഉമാദത്തൻ സാർ ഇപ്പോൾ ന്യൂസ് 10 ടിവിയോട് സംസാരിക്കും. അയ്യോ, ദത്തേട്ടൻ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? അടിപൊളി. മോളെ, കാടിന്റെ ഭാഗത്ത് പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആക്രമിച്ചത് മനുഷ്യരാണോ മൃഗങ്ങളാണോ അതോ ഇനി ആത്മഹത്യയാണോന്നൊക്കെ വരുന്ന മണിക്കൂറിൽ മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയൂ. എന്തായാലും ഞങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ ഫെസിലിറ്റികളും ഉപയോഗിച്ച് വളരെ ശക്തമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ആഹാ, ദേ നമ്മുടെ സുജാത. എന്തോ പറഞ്ഞാലും ആ കൊച്ചു മിടിക്കുക. പെമ്പിള്ളേരായ ഇങ്ങനെ വേണം. അവിടെ ഒരു അഹങ്കാരം. കൂടുതലായിട്ടൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിയും. നശിപ്പിച്ച് കരണ്ട് പോയി. എന്നാലും ദത്തന്റെ പരിപാടി മുഴുവൻ കാണിച്ചിട്ടാണല്ലോ കറണ്ട് പോയത്. അല്ല, ഇനിയും കാണിച്ചാലോ? ആ അതെ അതെ. ആമി, നീ ഇലക്ട്രിസിറ്റി ബോർഡിലോട്ടൊന്ന് വിളിച്ചേ. എന്തിനാ? അവരെപ്പോഴേ ഫോൺ എടുത്ത് താഴെ വെച്ചിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ നാട് ആകെ മാറി. ഇന്ന് വരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാ. എന്റെ അമ്മയെ പണ്ടും ഇതൊക്കെ ഇവിടെ നടന്നിരുന്നു. പിന്നെ കേട്ടുകേൾവി ഇല്ലാതെ പോയതേ അന്നൊന്നും ടിവിയും മൊബൈലും ഒന്നും ഇല്ലല്ലോ. ടിവിയും മൊബൈലും ഒന്നും ഇല്ലെങ്കിലും മനുഷ്യരെല്ലാം ഇതിനേക്കാൾ നന്മയുള്ളവരായിരുന്നു. എന്ന് നമ്മൾ പറയുന്നല്ലേ, ആർക്കറിയാം എന്തായിരുന്നു. എന്നാലും ആ ശവത്തിന്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയാത്തത് കൊണ്ട് ഒരു മനസമാധാനവും ഇല്ല. എന്നാലും എന്റെ മുത്തശ്ശി, ഈ കറണ്ട് ഇനി എപ്പോ വരുമോ എന്തോ. ദത്തേട്ടനെ ഞാൻ നന്നായിട്ടൊന്നും കണ്ടുകൂടിയില്ല. അതെ, നിനക്ക് സ്നേഹ കൂടുതലുകൊണ്ട് തോന്നുന്നതാ. ഞങ്ങളെല്ലാവരും നന്നായിട്ട് കണ്ടു. അതെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ സ്ഥലവും ബോഡിയൊക്കെ കാണുമ്പോൾ ദത്തേട്ടനെല്ലാം മനസ്സിലാവും. ഒരുപാട് നേരമൊന്നും വേണ്ടി വരില്ല നമ്മളിലേക്ക് എത്താൻ. പോലീസ് എങ്ങോട്ട് വരുന്നതിന് മുൻപ് നമുക്ക് അങ്ങോട്ട് ചെന്ന് ദത്തേട്ടനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാലോ? ഞാനിപ്പോ അതാ ആലോചിച്ചത്. എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? കോച്ചിങ്ങിനൊന്നും പോകുന്നില്ലേടാ ഇന്ന്? ഇല്ല മുത്തശ്ശി, എനിക്കിന്ന് ഉച്ച കഴിഞ്ഞ് പോയാൽ മതി. ഇപ്പൊ ഡെഡ് ബോഡി കിട്ടിയെന്ന് പറഞ്ഞ് TV കാണിച്ച സ്ഥലം നമ്മൾ ഇന്നലെ ടൂറ് പോയതിനടുത്താ അല്ലേ? ഏതായാലും ദത്തന് പണിയായി. ഇതൊക്കെ കാണുമ്പോഴാ പോലീസുകാരന്റെ കഷ്ടപ്പാട് മനസ്സിലാവുന്ന. എത്ര കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല മുത്തശ്ശി. പബ്ലിക്കിന് എന്നും പോലീസ് എന്ന് പറയുമ്പോ ഒന്നുകിൽ ദേഷ്യം അല്ലെങ്കിൽ പേടി. അവരുടെ നല്ല മനസ്സ് ആര് കാണുന്നു? പോരാത്തതിന് രാഷ്ട്രീയക്കാരുടെ പ്രഷറും. സത്യം പറയാലോ, തലവേദന പിടിച്ച പണിയാ. എന്റെ പൊന്നമ്മ, ഇന്ന് ഇവനെ പറഞ്ഞ് പേടിപ്പിക്കാതെ. നാളെ ഒരു IPS ഓഫീസർ ആകേണ്ട കുട്ടിയാ എന്റെ ആദിക്കുട്ടൻ, അല്ലേടാ? ഇങ്ങനെ 24 മണിക്കൂറും ഭാര്യയെ കെട്ടിപ്പിടിച്ച് പൊരയ്ക്കാത്തിരുന്ന ഇവൻ IPS എടുത്തു തന്നെ. നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷമല്ലേടി ദത്തന് സിവിൽ സർവീസ് കിട്ടിയേ? അന്ന് ഈ അഭിപ്രായമൊന്നും കേട്ടില്ലല്ലോ. ഓ, അതും കറക്കി തിരിച്ച് എന്റെ മണ്ടയ്ക്ക് വെച്ചോ. നീ അല്ലാതെ എനിക്ക് കുറ്റം പറയാൻ ഇവിടെ വേറെ ആരടിയുള്ളത്? ഓ, വലിയ പുന്നാരൊന്നും വേണ്ട. എനിക്കറിയാം മുത്തശ്ശിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല.
ഞാൻ ഇവരുടെ മുന്നിൽ വെച്ച് നിന്നെ സ്നേഹിക്കാൻ വേറെ എന്താ ചെയ്യണ്ടേ? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നാ മതി. അയ്യേ എനിക്കൊന്നും വേണ്ട. വേണ്ടെങ്കിൽ അങ്ങ് തൂത്തോളഞ്ഞ. ചായ കാപ്പി ചായ കുടിക്ക്. ഇതെന്താടി പതിവില്ലാതെ ഈ നേരത്തെ ഒരു ചായയും കാപ്പി? എടുക്കും മോളെ. ഓ, ന്യൂസ് പിടിക്കാൻ വന്നല്ലേ? അയ്യോ, ന്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. എന്തായി ആ ഡെഡ് ബോഡിയുടെ കാര്യം? ആരാണെന്ന് വല്ലതും അറിഞ്ഞോ? അറിയുന്നതിന് മുൻപ് കറണ്ട് പോയില്ലേ? അതല്ല, ദത്തൻ സാറ് വല്ലതും വിളിച്ചു പറഞ്ഞായിരുന്നു എന്നാ ഞാൻ ചോദിച്ചു. ഇല്ല, ദത്തേട്ടൻ വിളിച്ചില്ല. ആ, അതെങ്ങനാ, നേരം കിട്ടി കാണത്തില്ല. ഇത്രയും സ്റ്റൈലുള്ള ഒരു പോലീസ് ഓഫീസറെ കണ്ടാൽ പിന്നെ ടി വിക്കാര് വെറുതെ വിടുവോ? എടി പറഞ്ഞ് കണ്ണു വയ്ക്കല്ലേ എന്റെ ദത്തനെ. ഇപ്പോൾ കിട്ടിയ വാർത്ത. ആഹാ, കണ്ടു വന്നല്ലോ. തലസ്ഥാനത്തെ വനമേഖലയായ കാളിയാർമേട്ടിൽ നിന്നും കണ്ടെടുത്ത ചിന്നിച്ചിതറിയ മനുഷ്യ ശരീരത്തിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുന്നു. ദത്തണ്ണെ വീണ്ടും കാണിച്ച മതിയായിരുന്നു. അതെ അതെ. സംഭവ സ്ഥലത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി RP സുമേഷ് നമ്മോടൊപ്പം ചേരുന്നു. സുമേഷ് പറയൂ, എന്താണ് പുതിയ വിവരങ്ങൾ? ഗിരിധർ കേൾക്കാമോ? കേൾക്കാൻ പറയൂ. കൊലപാതകത്തിന്റെ സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. തലക്കേറ്റ ശക്തമായ അടിയാണ് മരണകാരണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 25-നും 30-നും ഇടയിൽ പ്രായമുള്ള യുവതിയുടേതാണ് മൃതദേഹം എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. താങ്ക് യു സുമേഷ്. അപ്പോ ഇത് കൊലപാതകം തന്നെ. ആരോ പ്രലോഭിപ്പിച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഒടുക്ക നാണക്കേട് ഭയന്ന് കൊന്നു തള്ളിയതാ. അങ്ങനെ ഉറപ്പ് പറയാൻ നീ ആരടി, പോലീസോ? അല്ല, അതാണല്ലോ നാട്ടു നടപ്പ്. ഓ, ഏതായാലും ദത്ത സാർ ഇടപെട്ട കേസല്ലേ, സത്യം ഉടനെ തെളിയും. മറ്റൊരു വാർത്തയിലേക്ക് പോവാം. സംസ്ഥാനത്ത് വരുന്ന 3 ദിവസങ്ങൾ കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഈ പറയുന്ന സ്ഥലം ഭയങ്കര നൊട്ടോറിയസാ. തപ്പിച്ചെന്നാ ഇനിയും ഉണ്ടാവും ശവങ്ങൾ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ ജില്ലകൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചു.